നമസ്കാരം. പെട്ടല്ലോ വി ഡി സതീശ അറസ്റ്റിലാവൂ. CBI അന്വേഷണമൊക്കെ വരാൻ പോവുകയാണ്. ഏത് നമ്മുടെ പുനർജനി തട്ടിപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ടെ, അഴിമതി കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടേ. എന്തായാലും കണ്ടറിയണം സതീശ. ഇനി സതീശന്റെ ഭാവിയും സതീശന്റെ അവസ്ഥയും. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ. എന്തൊക്കെ മേളമായിരുന്നു. അവസാനം കുട്ടിമാമ ഞെട്ടിമാമ എന്നൊക്കെ പറയുന്നത് പോലെ ഇതേ കിടക്കണു നമ്മുടെ വെട്ടിയിട്ട വായത്തണ്ട് പോലെ വി ഡി സതീശൻ. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി ഡി സതീശൻ അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് ആദ്യം പറഞ്ഞത് ആരാണ്? PV Anwar ആണ്. മൂപ്പർ എന്താണ് പറഞ്ഞത്? പുനർജനി അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദേശത്തൊക്കെ പോയി പല പിരിവൊക്കെ നടത്തി വലിയ രീതിയിലുള്ള കോടികളുടെ അഴിമതിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയിട്ടുള്ളത്, അന്വേഷിക്കണം എന്നാണ് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞതല്ലേ. എന്റെ കയ്യിൽ കുറെ തെളിവുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ പുനർജനി അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അന്നു മുതൽ വി ഡി സതീശൻ നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞ് നടക്കുകയായിരുന്നു. മാധ്യമങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും ഇല്ല, കമാന്ന് രക്ഷ ഞാൻ വിട്ടത്തില്ല എന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു. ഇന്ന് ആരോപണം ഉന്നയിച്ച PV Anwar ഏത് പാളയത്തിലാണ്? അദ്ദേഹം ഇന്ന് UDF ഭാഗമാണ്. എന്തോ ആകട്ടെ. പക്ഷേ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ വിജിലൻസ് അന്വേഷണമൊക്കെ നടത്തിയിരുന്നു. അതിലൊരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഇപ്പൊ CBI ഈ കേസ് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് ശുപാർശ ചെയ്തിരിക്കുകയാണ്. അതിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഇങ്ങനെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് വിജിലൻസ്. ഇനി CBI ആണ് അന്വേഷിക്കാൻ പോകുന്നത്. CBI അന്വേഷിക്കുമ്പോൾ പെടുമോ, അറസ്റ്റിലാകുമോ എന്ന ഭയം നല്ല രീതിയിൽ തന്നെ വി ഡി സതീശനെ വേട്ടയാടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഈ വാർത്ത പുറത്തു വന്ന ശേഷം മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ വി ഡി സതീശൻ പ്രതികരണം രേഖപ്പെടുത്തുമ്പോഴും അദ്ദേഹത്തിന്റെ ശരീരഭാഷ, അദ്ദേഹത്തിന്റെ സംസാരം, അതിലൊക്കെ ഉടനീളം കാണാൻ സാധിക്കുന്നത് ഭയം തന്നെയാണ്. മാത്രവുമല്ല, വ്യക്തമായൊരു മറുപടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശന് നൽകാൻ കഴിയുന്നില്ല. തുടക്കം മുതൽ തന്നെ ഈ പുനർജനി അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ചോദ്യങ്ങൾ വി ഡി സതീശനോട് ചോദിക്കുമ്പോഴും സതീശൻ ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. മടിയിൽ കനമുണ്ടായതാണ് ഈ പ്രശ്നം, അല്ലെ? എന്നും ആകട്ടെ, വി ഡി സതീശൻ എന്ന മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രതികരിക്കുമ്പോൾ പറയുന്നത് കേട്ടു, ഞാൻ ഒരു അന്വേഷണത്തെയും വെല്ലുവിളിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ പണി പാടുമെന്ന് പേടിച്ചിട്ടാണോ എന്നാണ് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നത്. അല്ലെങ്കിൽ ഏത് അന്വേഷണം പണി നടക്കട്ടെ, ഞാൻ വെല്ലുവിളിക്കുകയാണ് എന്നൊക്കെ പറയാൻ പറ്റും. പിന്നെ ഇലക്ഷൻ സ്റ്റണ്ടാണത്രേ എന്ന് പറഞ്ഞാണ് ഇപ്പോ പുതിയ തന്ത്രവുമായി രംഗത്തേക്ക് വരുന്നത്. ഇലക്ഷനൊക്കെ മുന്നേ തന്നെ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉയർന്നു വന്ന ഒരു ആരോപണമാണ് ഈ പറയുന്ന പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ അഴിമതി കേസ്. എന്തായാലും അഴിമതി കേസിൽ ഇങ്ങനെ ആകെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പെട്ട് ഇനി എന്താ പറയാ, മൊത്തത്തിൽ പൂട്ടിലാകാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തൊരവസ്ഥയാണല്ലേ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകൾ കൂടി നമുക്കൊന്ന് കാണേണ്ടതുണ്ട്. ഇതിനെപ്പറ്റി ഇങ്ങനെയാണ് പറയുന്നത്. FCRA നിയമത്തിന്റെ ലംഘനം, സ്വകാര്യ സന്ദർശനത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി തേടിയ ശേഷം വിദേശത്ത് പോയി ഫണ്ട് സ്വരൂപിച്ചതും അത് കേരളത്തിലെ അക്കൗണ്ടിലേക്ക് എത്തിച്ചതിലെ നിയമലംഘനം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് CBI അന്വേഷണത്തിന്റെ ആവശ്യകതയിലേക്ക് വിജിലൻസ് ശുപാർശ ചെയ്തിരിക്കുന്നത്. FCRA നിയമം 2010 സെക്ഷൻ 32A പ്രകാരം CBI അന്വേഷണം നടത്തണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ. അതോടൊപ്പം കേരള നിയമസഭയുടെ റൂൾ ഓഫ് പ്രൊസീജിയേഴ്സിലെ അനുബന്ധം 2 റൂൾ 41 പ്രകാരം നിയമസഭാ സാമാജികൻ എന്ന തരത്തിൽ നടത്തിയ നിയമലംഘനത്തിന് സ്പീക്കർ നടപടി സ്വീകരിക്കണമെന്നും വിജിലൻസ് ശുപാർശ ചെയ്തിട്ടുണ്ട്. അപ്പൊ MLA സ്ഥാനം നടത്താൻ പോലും സതീശ ഇപ്പൊ വന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും പറ്റുമോ? എന്തായാലും കണ്ടറിയാം നമുക്ക്. പിന്നെ ഇതിൽ കാണുന്നു, മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന പേരിൽ പുനർജനി പദ്ധതിക്കായി ഫൗണ്ടേഷൻ രൂപീകരിച്ചാണ് വിദേശത്തു നിന്നും പണം സ്വീകരിച്ചത്. UK നിന്നും 22,500 പൗണ്ട്, അതായത് ഏകദേശം 19 കോടിക്ക് മുകളിൽ രൂപ വിവിധ വ്യക്തികളിൽ നിന്നും സമാഹരിച്ച് മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് അയച്ചതായാണ് വിജിലൻസിന്റെ കണ്ടെത്തലെന്ന് വാർത്തയിൽ കാണാൻ സാധിക്കുന്നു. UK ആസ്ഥാനമായുള്ള മിഡ്ലാൻഡ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റ് എന്ന NGO വഴിയാണ് മണപ്പാട്ട് ഫൗണ്ടേഷന്റെ FCRA അക്കൗണ്ടിലേക്ക് പണം അയച്ചത് എന്നുള്ള കാര്യം കൂടി വാർത്തകളിൽ കാണുന്നു. UK സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തവരോട് പ്രളയബാധിതരായ സ്ത്രീകൾക്ക് പുനരധിവാസത്തിന്റെ ഭാഗമായി നെയ്ത്ത് യന്ത്രം വാങ്ങാൻ 500 പൗണ്ട് വീതം നൽകണമെന്ന് വി ഡി സതീശൻ അഭ്യർത്ഥിക്കുന്ന വീഡിയോ തെളിവായി വിജിലൻസ് എന്തായാലും പരിശോധിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം വിജിലൻസിന്റെ കയ്യിലുണ്ട് എന്നുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ തെളിവൊക്കെ പ്രതികൂലമാണെന്ന് സതീശ. എന്നിട്ടാണ് സതീശൻ ഇത് സ്വന്തം കണ്ണി കോലി നിന്നിട്ടാണ് മറ്റുള്ളവരെ കണ്ണിലെ കോലൊക്കെ എടുത്ത് മാറ്റാനും വലിച്ചൂരാനും ഒക്കെ വേണ്ടി നടന്നത്. എന്തായാലും അവസാനം ലാപ്പിലേക്ക് കടക്കുമ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ശരിക്കും പെട്ടു എന്ന് പറയാതെ വയ്യ. വി ഡി സതീശനെതിരെ ഇത് ആദ്യത്തെ ആരോപണമൊന്നുമല്ല, നിരവധി ആരോപണങ്ങൾ ഇദ്ദേഹത്തിന് ഉയർന്നു വന്നിട്ടൊന്നും ഇദ്ദേഹത്തിന് വ്യക്തമായ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. PV Anwar ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആരോപണമായിരുന്നല്ലോ, കേരളയില് അട്ടിമറിക്കാൻ വേണ്ടി IT കമ്പനികളുടെ കയ്യിൽ നിന്ന്, വലിയ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് 150 കോടി രൂപ മീൻവണ്ടിയിൽ
വി ഡി സതീശൻ കൊണ്ടുവന്നു, അദ്ദേഹം മേടിച്ചു, ഇങ്ങോട്ടേക്ക് കടത്തി എന്നതായിരുന്നു പി വി അൻവർ അന്ന് ഉന്നയിച്ച രണ്ടാമത്തെ ആരോപണം. ഇതിനും ഇതുവരെ ഒരു ഉത്തരം പറയാൻ വി ഡി സതീശന് കഴിഞ്ഞിട്ടില്ല. എന്തായാലും വി ഡി സതീശൻ ഒരു വലിയ അഴിമതിയുടെ നടുവിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന് ഒരു വിഷയത്തിലും വ്യക്തത വരുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിൽ ജനങ്ങൾക്ക് ഒരു വിശ്വാസവുമില്ല. എക്കാലത്തെയും ഏറ്റവും പരാജിതനായ, ഏറ്റവും ദുർബലനായ ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു വി ഡി സതീശൻ എന്ന കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വളരെ വളരെ മോശമായിരുന്നു. രമേശ് ചെന്നിത്തലയെ എടുത്തു വെച്ച് നോക്കുമ്പോൾ രമേശ് ചെന്നിത്തലയേക്കാൾ താഴെയായിരുന്നു. ധാർഷ്ട്യവും ധിക്കാരവും ഉണ്ടയില്ല വെടികളും ഒക്കെ വെച്ച് ഈ സർക്കാരിന്റെ എന്തോരം അഴിമതി ആരോപണങ്ങൾ അടക്കം എന്തോരം ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി, എല്ലാം വ്യാജ ആരോപണങ്ങളാണെന്ന് തെളിയിക്കപ്പെടുന്ന കാഴ്ച കണ്ടു. അല്പ നേരത്തെ ഒരു വാർത്തയ്ക്ക് വേണ്ടി എന്തും വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് പാടി നടക്കുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവെന്ന് നമ്മൾ ഇദ്ദേഹത്തിന്റെ പല ആരോപണങ്ങളിലൂടെയൊക്കെ കണ്ടു. അവസാനം എന്താ ഇപ്പോ നല്ല കഴമ്പുള്ള ഒരു കേസ് പ്രതിപക്ഷ നേതാവിനെതിരെ വന്നിരിക്കുന്നു. സതീശൻ ആകെപ്പെട്ടിരിക്കുകയാണ്. ശിങ്കടികളും സംഘങ്ങളും ഒക്കെ ഇത് ഇലക്ഷൻ സ്റ്റണ്ടാണെന്ന രീതിയിലുള്ള പല ഗിമ്മിക്ക് ഗീർവാണമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ സതീശനെ ഒന്ന് വെളുപ്പിച്ച് കളയാം, ഞാൻ ഒന്ന് പുകഴ്ത്തി പറഞ്ഞു കളയാം, എന്നാലെങ്കിലും സതീശൻ ചേർത്ത് നിർത്തിയാലോ എന്ന് വിചാരിച്ച് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റ് കൂടി ഞാനൊന്ന് വായിക്കാം. പുനർജനയിൽ ആദ്യമായി അന്വേഷണം ആവശ്യപ്പെട്ട് ശ്രീ വിജയൻ സർക്കാരാണോ? അല്ല. BJP ആണോ? അല്ല. അത് വി ഡി സതീശൻ തന്നെയാണ്. അപ്പം ഇപ്പൊ വിജയൻ എന്നൊക്കെ ആയി. നേരത്തെ ശ്രീ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നൊക്കെ ആയിരുന്നു. അതായത് നമ്മുടെ അറിയാലോ കേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അകപ്പെട്ട് അകത്ത് കിടന്നൊക്കെ കഴിഞ്ഞ ശേഷം അങ്ങനെയൊക്കെ രീതിയിലേക്കൊക്കെ മാറിയിരുന്നു. അപ്പൊ ഇത്തവണ എടാ വിജയ എന്ന് വിളിച്ചാലാണല്ലോ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ലെവലിലേക്കൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഒന്നാം വിജയൻ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ അതിനെ പ്രതിരോധം എന്ന നിലയിൽ പുനർജനി പദ്ധതിക്കെതിരായ ആരോപണം CPM ഉന്നയിച്ചു. ആ ആരോപണത്തിന് മറുപടിയായി ശ്രീ വി ഡി സതീശൻ പറഞ്ഞത് ഇങ്ങനെയാണത്രേ: ഏത് അന്വേഷണ ഏജൻസി വേണമെങ്കിലും അന്വേഷിക്കട്ടെ, ആ അന്വേഷണത്തിനൊടുവിൽ കേരളത്തിൽ നടപ്പാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പുനരുജ്ജീവന പദ്ധതിയെ പറ്റി നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടും എന്നാണ്. എന്തായാലും റിപ്പോർട്ട് കിട്ടി, അതുകൊണ്ടാണല്ലോ ഇപ്പൊ CBI അന്വേഷിക്കുന്നത്. എന്തായാലും ഇതിപ്പോ സതീശനെ ട്രോൾ ചെയ്താണോ എന്നൊരു സംശയമുണ്ട്. പുനർജനി കേവലമായ ഒരു ഭവന നിർമ്മാണ പദ്ധതി മാത്രമല്ല, അത് ഒരു പുനരധിവാസ പദ്ധതിയാണ്. 200-ൽ പരം പുതിയ വീടുകളും 100-ൽ പരം വീടുകളുടെ അറ്റകുറ്റപ്പണിയും മാത്രമല്ല, കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസവും വരുമാനമില്ലാത്ത മനുഷ്യർക്ക് പശുവും ആടും തൊട്ട് തയ്യൽ മെഷീൻ വരെ കൊടുക്കുന്ന സമഗ്ര പദ്ധതിയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിപ്പിച്ചേക്കാണ്. ഇതേ നമ്മുടെ രാഹുൽ മാങ്കൂട്ടാണ് കേട്ടോ വയനാട്ടിൽ വീട് പണിത് കൊടുക്കാന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ദുരന്ത ബാധിതരെ പറ്റിച്ചത് അല്ലെ. എന്തായാലും കൊള്ളാം, ചക്കിക്കൊത്ത ചങ്കരൻ. ഇനി സന്ദീപ് ജി വാര്യർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതാണ് ഒരു 1 പോസ്റ്റ്. ആ പോസ്റ്റില് സത്യത്തിൽ വി ഡി സതീശനെ നിങ്ങൾ പെടുത്തിയോ എന്നൊരു സംശയമുണ്ട്. പുനർജനിയിൽ CBI, ശബരിമലയിൽ മൗനം എന്നാണ് പറയുന്നത്. ഈ പോറ്റിയെ കുടുക്കിയത് ആരപ്പ? പിണറായി വിജയന്റെ പോലീസ് ആണപ്പ. അതൊന്നും മറന്നുപോലെ കേട്ടോ. പിണറായിയുടെ രാഷ്ട്രീയ നാടകങ്ങൾ കേരളം തിരിച്ചറിയുന്നു. സ്വന്തം വിജിലൻസിനെ പോലും വിശ്വാസമില്ലാത്ത ഒരു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയിരിക്കുന്നു. എടേ, ഈ CBI അന്വേഷണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്തിനാണ് ഇത്ര പേടിക്കുന്നത്? മടിയിൽ കനം അല്ലെങ്കിൽ ഇതിന് പേടിക്കുന്ന കാര്യമുണ്ട്. അതൊക്കെ നമ്മളെ മുഖ്യമന്ത്രി ഏത് അന്വേഷണം വന്നാലും എന്റെ മടിയിൽ കനമില്ല, എന്റെ കൈ ശുദ്ധമാണ്, ഏത് അന്വേഷണത്തിനും തയ്യാറാണ് എന്ന് പറയും. ഇങ്ങനെ ന്യായീകരിക്കാനൊന്നും നിൽക്കില്ല. എന്തായാലും ഈ ന്യായീകരണമൊക്കെ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അത് പറയണം, പുള്ളി പറയണം, അഴിമതി അന്വേഷിക്കാനല്ല, മറിച്ച് രാഷ്ട്രീയ എതിരാളികളെ കൂട്ടാൻ ഏത് കേന്ദ്ര ഏജൻസിയെയും കൂട്ടുപിടിക്കുന്ന ഇരട്ടത്താപ്പാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. പുനർജനിയിൽ CBI വേണമെന്ന് പറയുന്ന മുഖ്യമന്ത്രി ശബരിമലയിൽ CBI വേണ്ടേ? പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ രാഷ്ട്രീയമായി വേട്ടയാടാൻ പുനർജനി കേസ് CBIക്ക് വിടാൻ കാട്ടിയ ആവേശം എന്തുകൊണ്ട് ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ കാണിക്കുന്നില്ല? അപ്പോ ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പോവാണ് പുള്ളിയുടെ. ഇതിനിടയിൽ ഈ പുനർജനി അഴിമതി നടന്നിട്ടില്ല, അല്ലെങ്കിൽ ആ പദ്ധതിയിൽ അഴിമതി നടന്നിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. സ്വർണ്ണ മോഷണ കേസായിട്ട് ബന്ധപ്പെട്ട് അതിലും വേണം അന്വേഷണം എന്ന് പറയുന്നത്. അതിലും അന്വേഷണം വേണമെന്ന് അന്ന് തന്നെയാണ് ഇപ്പൊ പറയുന്നത്. എന്താണെന്നറിയും, ഇപ്പൊ ഈ കേസിന്റെ അന്വേഷണം മുഴുവൻ ഏത് രീതിയിലാണ് പോകുന്നത്? ഇപ്പൊ തെളിവുകളൊക്കെ പുറത്തു വരുമ്പോ ആരാണ് പ്രതിപട്ടികയിലുള്ളത്? സോണിയാഗാന്ധി അടക്കം പാവപ്പെട്ടിരിക്കുകയാണ്. സോണിയാഗാന്ധിയുടെ വീട്ടില് ഇവിടെ ചരട് കെട്ടാൻ പോയ പോറ്റി ഗോവർദ്ധനും ആ പ്രധാനപ്പെട്ട പ്രതികളും ഈ അടൂർ പ്രകാശും അതുപോലെ തന്നെ ആന്റണിയും ഒക്കെ നിൽക്കുന്ന ചിത്രമൊക്കെ നമ്മൾ കണ്ടില്ലോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അവരാകെപ്പെട്ടല്ലോ ഈ കേസെങ്കിലും ഒന്ന് മാഞ്ഞു പോണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അടൂർ പ്രകാശ് ഓരോ ദിവസം നടത്തുന്ന പല പ്രതികരണങ്ങളും കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരാൾ പറയാണ് ആ വിഷയത്തിൽ ഒരു CBI അന്വേഷണം വേണം എന്ന് സന്ദീപ് ജി വാര്യർ പറയാണ്. മൂപ്പര് BJP വന്ന ആളാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. BJPയുടെ ഏജന്റ് ആയിട്ട് ഇവിടെ നുഴഞ്ഞു കയറി കോൺഗ്രസിനെ മൊത്തത്തിൽ തകർത്തെറിയാൻ വേണ്ടി വന്നേക്കുന്ന ഒരാളാണെന്ന് നോക്കണം. പെട്ടെന്ന് തന്നെ ഇതിലേക്ക് വന്നപ്പോ ഞാൻ എല്ലാം മറന്നു. ഇപ്പൊ നല്ല കംപ്ലീറ്റ് ഞാൻ ഒരു കോൺഗ്രസ്സുകാരനായി മാറി. പഴയ വർഗീയവാദി സന്ദീപ് ജി വാര്യർ ഒന്നും അല്ല കേട്ടോ. ഞാൻ ഇട്ടുകൊണ്ട് കിടന്ന അറിയാലോ RSS ശാഖയിൽ ഇട്ടുകൊണ്ട് കിടന്ന പാണ്ഡ്യന്റെ നിക്കറിന്റെ കഥയൊന്നും എനിക്ക് ഓർമ്മയില്ല എന്നൊന്നും ഒക്കെയാണ് രീതിയിലാണ് ഇപ്പൊ പുള്ളി പറയുന്നത്. സത്യത്തിൽ ആ മനസ്സൊക്കെ അങ്ങനെ പെട്ടെന്ന് പോവോ? എന്തായാലും സന്ദീപ് ജി വാര്യരും മൊത്തത്തില് ആകെ നമുക്കിട്ട് വെക്കുകയാണല്ലോ സതീശ. എന്തായാലും സതീശന്റെ അവസ്ഥ നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.